പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹത്തിന് ലഭിച്ച നിരവധി സമ്മാനങ്ങൾ. അതിൽ ഒരു സമ്മാനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. 5 മില്ലിമീറ്റർ മാത്രമുള്ള നരേന്ദ്രമോദിയുടെ രൂപമാണ്. അത് തയ്യാറാക്കിയ ശില്പി ഗണേഷ് സുബ്രഹ്മണ്യം നമുക്കൊപ്പം ചേരുന്നു. എങ്ങനെയാണ് അത്രയും ചെറിയ ശില്പമുണ്ടാക്കിയത്? എന്താണ് അതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത, ഇത് നേരിട്ട് കണ്ടാൽ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണാനുണ്ടാവില്ല. അത്രയും ചെറിയ സൃഷ്ടികളാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ലെൻസിലൂടെ നോക്കുമ്പോൾ ഒരു മുട്ടുസൂചിക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രതിമ. കാരണം അതിന്റെ സൈസ് കമ്പാരിസന് വേണ്ടിയിട്ടാണ്. ഇത് ഒരു നാനോ ക്രാഫ്റ്റ് എന്ന ആ ഒരു മേഖലയിലുള്ള ഒരു സൃഷ്ടിയാണ്. കാരണം കുറെ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള വളരെ ചെറിയ ശില്പങ്ങൾ, സ്വർണ്ണത്തരിക്കകത്തൊക്കെ നിരവധി ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. കലാം സാറിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് മുമ്പൊക്കെ ഒരിക്കൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിജിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു സൃഷ്ടിയാണ് അദ്ദേഹം തൊഴുകൈകളോടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ. ഇത് ചെയ്തിരിക്കുന്നത് മാർബിൾ പേസ്റ്റും കളറും കൊണ്ടാണ്. അപ്പൊ ഇത് നമ്മൾ ലെൻസിലൂടെ നോക്കിയിട്ട് ഏറെ സമയമെടുത്ത് അദ്ദേഹം മുഖത്ത് വെച്ചിരിക്കുന്ന ധരിച്ചിരിക്കുന്ന കണ്ണടയൊക്കെ ഉൾപ്പെടെ ശരിക്കും പൂർണ്ണ എല്ലാവിധ പരമാവധി പെർഫെക്ഷൻ അതിനകത്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ലെൻസിലൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അത് അദ്ദേഹത്തിന് സമ്മാനിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇന്ന് ഈ വേദിയിൽ അത് സാധിച്ചു എന്നുള്ളത് വളരെ വലിയ സന്തോഷമാണ്. എത്ര സമയമെടുക്കും ഈ ശില്പം ചെയ്യാൻ? ഇതിപ്പോ ഏതാണ്ട് ഒരു 2 മാസത്തോളമുള്ള ഒരു പരിശ്രമം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കാര്യം ഇങ്ങനെയുള്ള ഒരു സൃഷ്ടികളൊക്കെയും നമുക്ക് വളരെ ചെറിയൊരു നിമിഷത്തിന്റെ അശ്രദ്ധ പോലും അത്രയും മാസങ്ങളോളം ഒരു ശ്രമം ഒറ്റ സെക്കൻഡ് കൊണ്ട് പാഴായി പോകും എന്നുള്ള ഇതിനൊരു വലിയൊരു വെല്ലുവിളിയാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ കോൺസെൻട്രേഷനും അത്രയും ക്ഷമയും വളരെ വലുതാണ്. അപ്പൊ അത്തരത്തിൽ വളരെയേറെ വെല്ലുവിളികൾ തരണം ചെയ്തുകൊണ്ടാണ് ഓരോ സൃഷ്ടികളും വിജയിപ്പിച്ചിട്ടുള്ളത്. ഇതിന് പിന്നിൽ അത്തരത്തിലുള്ള വലിയൊരു ശ്രമം തന്നെയുണ്ട്. നേരത്തെ ഇതുപോലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ രൂപം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധിജി, അങ്ങനെ നിരവധി മഹത് വ്യക്തികളുടെ രൂപങ്ങൾ, അബ്ദുൽ കലാമിന്റെ പ്രതിമയൊക്കെ ഒരു സൂചിക്കുഴയ്ക്കുള്ളിൽ നിൽക്കുന്ന വലിപ്പത്തിൽ, പെൻസിൽ മുനയിൽ നിൽക്കുന്ന വലിപ്പത്തിലൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ശില്പങ്ങളും അതുപോലെ പല ചരിത്ര സംഭവങ്ങളും തുടങ്ങി നിരവധി ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമാണോ ഈ ശില്പം ചെയ്തു കൊടുത്തത്? ഞാൻ ചെയ്തതിന് ശേഷം അറിയിക്കുകയായിരുന്നു. കാര്യം നമ്മുടെ രാജ്യത്തിന്റെ യശസ് ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആ ഒരു പ്രധാനമന്ത്രിയോടുള്ള ഒരു ആരാധന തന്നെയാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം തോന്നിയത്. ചെയ്തിട്ട് ഞാൻ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് അദ്ദേഹത്തിന് അത് സമ്മാനിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. നല്ല മനോഹരമായ സൃഷ്ടിയാണ്.